ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +1 തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് +1 ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഹെലൻ കെല്ലറിൻ്റെ ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടച്ചുള്ള ഒരു ഓട്ടോബയോഗ്രഫി തന്നെ ആയിട്ടുള്ള അതിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ചില ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. ഇത്തരത്തിൽ ഡിസേബിളായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ കാണിച്ചിട്ടുള്ള, പഠിക്കാൻ കാണിച്ചിട്ടുള്ള അവരുടെ ആ ഒരു ആത്മവിശ്വാസം, അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ അല്ലെങ്കിൽ അവരുടെ ഓട്ടോബയോഗ്രഫിയിൽ അവർ പറയുന്നത്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ബൈ ഹെലൻ കെല്ലർ ഈസ് എ compelling autobiography detailing her early years, struggles and achievements. Here is a detailed summary. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ പാഠത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സമ്മറിയാണ് നമ്മൾ നോക്കുന്നത്. ഹെലൻ കെല്ലറിൻ്റെ ചൈൽഡ്ഹുഡ് ആൻഡ് ഇൽനെസ് ആണ് ഫസ്റ്റ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹെലൻ കെല്ലർ വാസ് ബോൺ ഇൻ ടസ്കാംബിയ, അലബാമ ഇൻ 1880. ഓക്കെ, 1880 അലാബാമയിലെ ടസ്കാംബിയയിൽ വെച്ചാണ് ഹെലൻ കെല്ലർ ജനിച്ചിട്ടുള്ളത്. അറ്റ് 19 months ഷീ കോൺട്രാക്റ്റഡ് ആൻ ഇൽനെസ് ലൈക്ലി സ്കാർലറ്റ് ഫീവർ ഓർ മെനിഞ്ചസ് ദാറ്റ് ലെഫ്റ്റ് ഹെർ ഡെഫ് ആൻഡ് ബ്ലൈൻഡ്. ഒരു സ്കാർലറ്റ് ഫീവർ, 19ാമത്തെ മാസത്തിൽ അവൾക്കൊരു ഫീവർ വരുന്നു, ഒരു പനി വരുന്നു. അത് അവളെ പരിപൂർണമാക്കി അവളെ ജീവിതകാലം ഡഫായും ബ്ലൈൻഡായിട്ടും ഒക്കെ, ചെവിയും അതുപോലെ തന്നെ കണ്ണും കാണാൻ പറ്റാത്ത രീതിയിൽ ജീവിതകാലം അവളെ ആ ഒരു രോഗത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണ്. അവൾ അന്ധയും അതുപോലെ തന്നെ ബധിരയുമായിട്ട് മാറി. Early childhood was marked by frustration and isolation as she struggled to communicate. നമുക്കറിയാം, ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ ആര് കടന്നു പോയിട്ടുണ്ടെങ്കിലും അത് നമ്മളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും, നിരാശ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഐസൊലേഷൻ, നമ്മൾ ഒരു ഏകാന്തതയിലായിരിക്കും. ആരും നമ്മോട് കൂട്ടുകൂടാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്താനോ സാധിക്കാതെ അതെന്താവും, നമ്മളൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഇത്തരത്തിലുള്ളൊരു അവസ്ഥ നമുക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരുന്നു അവളുടെ ജീവിതം തുടങ്ങിയിട്ടുള്ളത്. ആ ഇരിക്കുമ്പോഴാണ് അവളുടെ ടീച്ചറായിട്ടുള്ള, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ആൻ സുലൈവൻ്റെ അരൈവലായിട്ട്, അവരുടെ വരവ് 1887 പെർക്കിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ബ്ലൈൻഡിലെ ടീച്ചറായിട്ടുള്ള ആൻ സുലൈവൻ അവർ വരുന്നു. അവരെ ഹെലൻ കെല്ലറിൻ്റെ അവളുടെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കാനായിട്ട് വിടുന്നു. ഹെർ ടീച്ചർ ബിക്കെയിം ഹെലൻസ് ഇൻസ്ട്രക്ടർ, ലൈഫ് ലോങ് കമ്പാനിയൻ, അവളുടെ ഒരു ഇൻസ്ട്രക്ടറായിട്ട് നിർദ്ദേശം നൽകുന്ന ഒരാളായിട്ടും അതുപോലെ തന്നെ ലൈഫ് ലോങ് കമ്പാനിയനായിട്ട് ജീവിതത്തിലുടനീളം ഒരു സന്തത സഹചാരി, കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തത സഹചാരിയായിട്ട് മാറി എന്നുള്ളത്. She began teaching Helen language through the manual alphabet, starting with the word water. ഹെലനെ പഠിപ്പിക്കാൻ തുടങ്ങി, ആൽഫബറ്റൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിലെ വാട്ടർ എന്നാണ് ആദ്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. വിച്ച് ഷീ സ്പെല്ലഡ് ടു ഹെലൻസ് ഹാൻഡ് വൈൽ പമ്പിങ് ദ വാട്ടർ ഓവർ ഇറ്റ്. അവളുടെ കയ്യിലേക്ക് വെള്ളം ഉറ്റിച്ചു കൊടുത്ത്, പമ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് വാട്ടർ എന്നുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ബ്രേക്ക് ത്രൂ, മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ഹെലൻസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഹെലൻ കെല്ലറിൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റിമറിച്ചിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് അവളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അതിനൊരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ളത് ഈ ഒരു സംഭവത്താലാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ഗ്രോത്ത്, ഹെലൻ കെല്ലറിൻ്റെ അണ്ടർ ഹെർ ടീച്ചർ ഗൈഡൻസ്, ഹെലൻസ് എഡ്യൂക്കേഷൻ എക്സ്പാൻഡഡ് റാപ്പിഡ്ലി. അവളുടെ ആ ടീച്ചറിൻ്റെ ഗൈഡൻസിൽ അവളുടെ വിദ്യാഭ്യാസം പെട്ടെന്ന് തന്നെ റാപ്പിഡായിട്ട് എക്സ്പാൻഡ് ചെയ്തു.
She learned to read using raised type of book, to write using special typewriter. ഇങ്ങനെ പൊന്തി നിൽക്കുന്ന അക്ഷരങ്ങളുണ്ടാവും. ഓക്കെ, എലൻസ് തേസ്റ്റ് ഫോർ നോളജ് വാസ് ഇൻസ്റ്റേബിൾ വിത്ത് ആൻഡ് സ്റ്റഡീഡ് സബ്ജക്ട്സ് സച്ച് ആസ് അരിത്തമാറ്റിക്, ജോഗ്രഫി, ഫ്രഞ്ച്, ജർമ്മൻ. പഠിക്കാനുള്ള അവളുടെ ആ ത്വരയെ അത് അവൾ എല്ലാ സബ്ജക്റ്റും, ഒട്ടുമിക്ക സബ്ജക്റ്റും അവൾ സ്വായത്തമാക്കാൻ തുടങ്ങി. അരിത്തമാറ്റിക്, ഗണിതവും, അതുപോലെ തന്നെ ജോഗ്രഫിയും, അതുപോലെ തന്നെ ഫ്രഞ്ച്, ജർമ്മൻ ഒക്കെ. ഫോർമൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലൻ അറ്റൻഡ് പെർക്കിൻസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ബ്ലൈൻഡ് ആൻഡ് ലേറ്റർ റൈറ്റ് ഹ്യൂമൻസൺ സ്കൂൾ ഫോർ ഡെഫ്. Then her education continued the Cambridge School for Young Ladies. കാംബ്രിഡ്ജ് സ്കൂളിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള, അവിടെ അവളുടെ യങ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള അവിടെ അവളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തു. വേർ ഷീ പ്രിപ്പയർഡ് ഫോർ കോളേജ്, അവിടെയാണ് അവളുടെ കോളേജ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ളത്. 1900 എലൻ എൻഡേഡ് റാഡ്ക്ലിഫ് കോളേജ് ബിക്കെയിം ദ ഫസ്റ്റ് ഡെഫ് ബ്ലൈൻഡ് പേഴ്സൺ ടു ഏൺ ബാച്ചിലർ ഓഫ് ആർട്സ് ഡിഗ്രി ഇൻ 1904. 1904 റാഡ്ക്ലിഫ് കോളേജിൽ വെച്ച് നിന്ന് അവൾ എന്ത് ചെയ്തു, ആദ്യമായി അവളുടെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഫ് ബ്ലൈൻഡ് ആയിട്ടുള്ള അന്ധയും ബധിരയുമായിട്ടുള്ള ഒരു പേഴ്സൺ ആദ്യമായി BA ഡിഗ്രി കരസ്ഥമാക്കി എന്നുള്ളത്. അത് അവളുടെ ടീച്ചറിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയായിരുന്നു എന്നുള്ളത് അറിയാം. ഷീ വാസ് ഇൻ്റർപ്രറ്റിംഗ് ലെക്ചേഴ്സ് ആൻഡ് ടെക്സ്റ്റ്. അന്ന സുലുവിനെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റുകളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ലെക്ചറുകളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷനാണ് ചലഞ്ചസ് ആൻഡ് ട്രിംഫ്. ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകും. അവസാനം എത്രയൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അവസാനം നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. Ellen faced numerous challenges throughout her education, including prejudice and difficulty of accessing material. ജീവിതത്തിലുടനീളം അവൾ ന്യൂമറസ് ആയിട്ടുള്ള ചലഞ്ചസ്, ന്യൂമറസ് എന്ന് പറഞ്ഞാൽ ധാരാളം ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് പ്രജുഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രജുഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുൻധാരണകൾ. നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്നത് തന്നെ പ്രജുഡീസസ് അല്ലെങ്കിൽ പ്രജുഡൈസ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഡിഫിക്കൽറ്റി ഓഫ് ആക്സസിങ് മെറ്റീരിയൽ. അവർ ഹെർ പെർസവറൻസ് കമ്പൈൻഡ് വിത്ത് സുലുവൻ ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് എനേബിൾ ഹെർ ടു ഓവർകം ദീസ് ഒബ്സ്റ്റിക്കിൾസ്. പെർസവറൻസ് അല്ലെ, സ്ഥിരോത്സാഹം. പെർസവറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരോത്സാഹം. കമ്പയർഡ് വിത്ത് പഠിക്കണം എന്നുള്ള ഒരു മോഹം, ആ ഒരു അചഞ്ചലമായിട്ടുള്ള മോഹം, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അവരുടെ ടീച്ചറിൻ്റെ സപ്പോർട്ടും എനേബിൾഡ്, അത് അവളെ മേക്ക് ഏബിൾ, അവളെ മാറ്റി തീർത്തു ടു ഓവർകം ദീസ് ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ. ഈ വാക്കാണ് അതിൻ്റെ അർത്ഥമാണ് ഒബ്സ്റ്റക്കിളിൻ്റെ അർത്ഥമാണ് തടസ്സം. ഇത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ, പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യുന്നതിന്, ഓവർകം എന്നുള്ള വാക്കിനർത്ഥം തരണം ചെയ്യുക. എലൻ സ്റ്റോറി ഹൈലൈറ്റ് ഹെർ ഡിറ്റർമിനേഷൻ ടു സക്സീഡ്, ഹെർ ഡിസയർ ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കണക്ട് വിത്ത് വേൾഡ്. എലൻ്റെ സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താ? ഹെർ ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം എന്നുള്ളതിന് ഡിറ്റർമിനേഷൻ. ടു സക്സീഡ്, എന്തിനുള്ളതാണ് നിശ്ചയദാർഢ്യം? സക്സീഡ്, വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള. ഹെർ ഡിസയർ, അവളുടെ ആഗ്രഹം. ടു കമ്മ്യൂണിക്കേറ്റ്, എന്താണ് അവർ മറ്റുള്ളവരോട് സംസാരിക്കാനും അവരുമായിട്ട് കണക്റ്റ് ആവാനും അവരുമായിട്ട് ഇടപഴകാനുമുള്ളത്. അതുകൊണ്ടാണ് അവളെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത്, ഈ ലോകത്ത് ഈ രീതി. Then after college, Helen became a prominent author, speaker and advocate for the people with disability. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം അവൾ അടങ്ങിയിരുന്നില്ല. എഴുത്തിലൂടെയും അതുപോലെ തന്നെ സംസാരത്തിന്, സ്പീച്ചിലൂടെയും അതുപോലെ തന്നെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടു. ഷീ റോട്ട് several books and articles promoting rights and potential of individual with disability. അവൾ എഴുതിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതി? ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട്. അവരെ പ്രൊമോട്ടിങ് ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽ, അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ
അതിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള എഴുത്തുകൾ അവർ ബുക്കുകളായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. Helen's story is a testament of human spirit of resilience and transformative power of education and support. The story of my life is not just a autobiography. ഇതൊരു വെറും ഒരു ഓട്ടോബയോഗ്രഫി അല്ല. ഇറ്റ് ഈസ് ആൻ ഇൻസ്പിരേഷണൽ നരേറ്റീവ്. ഇതെന്താണ്? ഇൻസ്പിരേഷണൽ ആയിട്ടുള്ള നരേറ്റീവ്. ഒരാൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നരേറ്റീവ്, ഒരു കഥ പറയുന്ന നരേറ്റീവ് ആയിട്ടുള്ള ദാറ്റ് ഷോക്കേഴ്സസ് പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് മെൻറ്റർഷിപ്പ്, ഇമ്പോർട്ടൻസ് ഓഫ് പെർസെവറൻസ് ആൻഡ് ബൗണ്ട്ലെസ് പോസിബിലിറ്റി ഓഫ് ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്. അത് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? മെൻറ്റർഷിപ്പ് നൽകുന്നു അല്ലേ? നമുക്കൊരു ഗൈഡായിട്ട് നിലനിൽക്കുന്ന അവരുടെ എഴുത്ത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിസർവൻസ്, സ്ഥിരോത്സാഹത്തിൻ്റെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നു. ദെൻ ബൗണ്ട്ലെസ് പോസിബിലിറ്റി, ലോകം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സാധ്യതകളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഓഫ് ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്, മനുഷ്യന് നേടാൻ പറ്റാത്ത ഒന്നും തന്നെ ഈ ലോകം